ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേപ്പാളി സാലഡാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ ഒരു സാലഡ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. ചുക്കോണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു സാലഡ്. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കുന്നത് ഈ ഒരു ചുക്കോണി നമുക്ക് ചൂട് ചോറ് ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ തവണ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ചുക്കോണി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അധികം സമയമൊന്നും ആവശ്യമില്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ തൈരാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരാണ്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സവോള ആണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് നീളത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടിയത് ബോയിൽഡ് പൊട്ടാറ്റോസ് ആണ്, പുഴുങ്ങിയ കിഴങ്ങ്. അത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തൊണ്ട് റിമൂവ് ചെയ്ത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്താണ്. ആ പൊട്ടാറ്റോസ്, അതായത് ആ കിഴങ്ങും കൂടെ നമുക്ക് ഈ ഒരു തൈരിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് കടുകൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേപ്പാളിൽ അവർ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവായും ജീരകം പൊട്ടിയതിന് ശേഷം നമുക്കൊരു പച്ചമുളക് ഞുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മേഥി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലൊരു കളറിനും നല്ല എരിവിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കടുക് താളിച്ച് നമ്മുടെ ഈ ഒരു സാലഡിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കടുക് താളിച്ചതും, അത് കടുകല്ല കേട്ടോ, നമ്മുടെ ജീരകവും ഉലുവായും എല്ലാ ഭാഗവും നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചുക്കോണി ഇവിടെ റെഡിയാണ്. നിങ്ങൾ വിചാരിക്കും ചുക്കോണി നേപ്പാളിലെ സാലഡല്ലേ, എന്തിനാണ് തയ്യാറാക്കുന്നത്? പക്ഷേ നിങ്ങൾ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല, അഡാർ എന്ന് പറയാം, അത്രയ്ക്ക് സൂപ്പറാണ്. നല്ല ചൂട് വെള്ളച്ചോറുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു ഒറ്റ കറി മതി, നമുക്ക് ധാരാളം ചോറ് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഞാനിവിടെ നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ചൊക്കെ ഈ ഒരു സാലഡും കൂടെ ഒഴിച്ചതിന് ശേഷം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് ഞാൻ എന്തായാലും ഒന്ന് പിടിക്കാൻ പോവുകയാണ്. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, വാക്കുകളില്ല. നിങ്ങളെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നേരം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് bye-bye.